വിശേഷണത്തിന് തീർച്ചയായും അർഹതയുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ ടി പത്മനാഭൻ. അതൊരു സേവന രംഗത്ത് തൻ്റെ കുതിച്ചോട്ടം നടത്തുന്ന ഡോക്ടർ ആസാദ് മൂപ്പൻ, എൻ്റെ പ്രിയപ്പെട്ട മിത്രം ശ്രീ പി വി വിവേകാനന്ദ്, വേദിയിൽ സദസ്സിലിരിക്കുന്നവരൊക്കെ പ്രഗത്ഭരായ പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും എഴുത്തുകാരുമൊക്കെയാണ്. അതുകൊണ്ട് ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ ജോലിപരമായിട്ട് യു എയുടെ വടക്കേ മലബാറിലാണ്. അപ്പം അവിടുന്ന് ഇവിടെ എത്തിപ്പെടാനുള്ള വലിയ ജന്മം കൊണ്ടും ഞാൻ വടക്കേ മലബാറിലാണ്, കണ്ണൂര്. അപ്പം അവിടെ നിന്ന് ഇവിടെ എത്തിപ്പെടാനുള്ളൊരു പ്രയാസം, പിന്നെ അവിടെ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തിരി ലേറ്റാകേണ്ടി വന്നത്. ഇവിടെ പപ്പേട്ടൻ എന്തൊക്കെ പറഞ്ഞു എന്നൊന്നും അറിയില്ല. പറഞ്ഞതിനെ അധികരിച്ച് പറയാൻ വേണ്ടിയില്ല. ഈ പുസ്തകത്തെ സംബന്ധിച്ചും ഈ കാലിക സംഭവങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം എന്ത് പറഞ്ഞു എങ്കിൽ അത് കേൾക്കാമായിരുന്നു. ആ ഒരു അവസരം നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം നിങ്ങളോട് പറയുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. സദാശിവൻ ഒരു പുസ്തകം എഴുതി, അതിപ്പം പ്രകാശനം വളരെ ഭംഗിയായി നടന്നിരിക്കുന്നു. എനിക്കറിയില്ല, മറ്റാരേക്കാളും ഏറെ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന് ഒരു പുസ്തകം എഴുതി പ്രകാശിതമാക്കാൻ സാധിക്കും എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടായത് അനൗപചാരികമായി ഞങ്ങൾ സംഘടിപ്പിക്കാറുള്ള പൂമുഖം എന്ന ഒരു സംഘമുണ്ടായിരുന്നു. അത് യശശരീരനായ ടി വി കൊച്ചുബാവയും അതുപോലെ എം ഹാഷിം തുടങ്ങിയ ആളുകളൊക്കെ ചേർന്ന് ഞങ്ങളൊക്കെ ചേർന്ന് തുടങ്ങിയ ശേഖരൻ എല്ലാ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഒത്തുകൂടാറ് പതിവ്. അതിന് അങ്ങനെ പ്രസിഡന്റോ സെക്രട്ടറി ഒന്നുമില്ല, ഏതെങ്കിലും വീട്ടിൽ, മിക്കവാറും അത് എൻ്റെ വീട്ടിലാകാറാണ് പതിവ്. രാവിലെ ഒരു 10:30 തുടങ്ങിയാൽ അത് വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി അവസാനിക്കും. അങ്ങനെയാണ് ഒരു ദിവസം ആകസ്മികമായി സദാശിവൻ അമ്പലമേട് ഈ സംഘത്തിൽ വന്നു ചേരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം എനിക്ക് റേഡിയോയിലേക്ക് ഒരു ചെറിയൊരു കുറിപ്പ് അയച്ചിരുന്നു. മനോഹരമായ കൈപ്പടം, അനുബന്ധമായ ഒരു ചിത്രം, അതിലെ ആശയം വല്ലാതെ നോവിപ്പിക്കുകയും ചെയ്തു അല്ലേ. സദാശിവനെ തിരിച്ചറിയാൻ ആ ഒരു പേജിൽ ഉൾക്കൊള്ളുന്ന കാര്യം മാത്രം മതിയായിരുന്നു. അദ്ദേഹത്തോട് എഴുതണം. അദ്ദേഹം കഥ എഴുതിയിട്ടുണ്ട്, കഥ എഴുതി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കഥ നല്ലോണം വിമർശനങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. വളരെ ക്രൂരമായ വിമർശനം അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോഴെല്ലാം എഴുതാനുള്ള ഒരു പ്രേരണ അദ്ദേഹത്തിന് ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. സാധാരണഗതിയിൽ ഞാനൊരു പ്രസംഗിക്കാനല്ല, പ്രഭാഷണമല്ല, ഒരിക്കലും ചില അനുഭവങ്ങൾ പറയാം. സാധാരണ ഒരാൾ ഒരു കഥ എഴുതി, ലത്തീഫ് അല്ലെ ഷാജി അനീഫ് ഒരു കഥ എഴുതി, അല്ലെങ്കിൽ ഒരു കവിത എഴുതി, അതിൽ പക്ഷെ ഒരു ഭവ്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഔപചാരികതയ്ക്ക് വേണ്ടി വായിക്കാൻ തന്നാൽ, അല്ലെങ്കിൽ ആകസ്മികമായി നമ്മൾ വായിച്ചാൽ അതിലെന്തെങ്കിലും നമ്മുടെ ഒരു വായനക്കാരൻ്റെ വികലമോ അല്ലെങ്കിൽ സകലമോ ആയ ഏതെങ്കിലും ആശയങ്ങൾ വെച്ച് അത് ശരിയല്ല എന്നോ അതിനെന്തെങ്കിലും വിമർശനം പറഞ്ഞാൽ തൽക്കാലം സംബന്ധിച്ചു വരും. ഇവർ രണ്ടുപേരും അല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട അല്ലേ. അപ്പം പക്ഷെ പിന്നീട് ഒരു ഇവനാര മലയാളത്തിന്റെ അപ്പോസ്തലന, ഇവനാരെ ഈ കുറ്റം പറയാൻ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഈ വിമർശനങ്ങളൊക്കെ കൂടുതൽ ഊർജം പകരാൻ മാത്രമേ സദാശിവനെ സഹായിച്ചിട്ടുള്ളൂ എന്നതായിരുന്നു അതിൻ്റെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ പുസ്തകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പുസ്തകത്തിന്റെ രചന തുടങ്ങുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഒരു സാധനം എഴുതാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഓരോ രാത്രി ചിലപ്പോൾ 12 മണിക്കായിരിക്കും, ചിലപ്പോൾ 1 മണിക്കായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം വിളിക്കും, ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ഇതിനെ സംബന്ധിക്കുന്ന. അപ്പൊ ആ ഒരു അദ്ദേഹത്തിന് ഈ രചനയിൽ പരോക്ഷമായി മാനസികമായി സഹകരിക്കാൻ സാധിച്ചതിലുള്ള ഒരു ചാരിതാർത്ഥ്യം കൂടി എനിക്കുണ്ട്. അപ്പം പൂമുഖത്തിലൂടെ വളർന്നു എന്ന് ഞാൻ കുറച്ച് അഭിമാനത്തോടുകൂടി പറയുന്നു. അത് അത്രത്തോളം അദ്ദേഹം സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും അങ്ങനെ സദാശിവന്റെ ഒരു പുസ്തക പ്രകാശനം നടക്കുമ്പോൾ ഒരു എഴുത്തുകാരൻ്റെ വളർച്ചയെ അത് കുറിക്കുന്നു എന്നതാണ്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
ഇനി അദ്ദേഹത്തിന്റെ പുസ്തകത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നതിനിടയിൽ സത്യൻ മടാക്കരയോട് പരാമർശിച്ച കാര്യങ്ങളൊക്കെ അതിന്റെ അതിന് ക്വാളിറ്റിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആഖ്യാനത്തിന് ക്രാഫ്റ്റിനെ സംബന്ധിച്ചൊന്നും പറയാൻ ഞാൻ ആളില്ല. അതിനുള്ള ജ്ഞാനമൊന്നും എനിക്കില്ല, പ്രത്യേകിച്ചും ഈ സമ്പന്നമായ ഈ സദസ്സിന്റെ മുമ്പിൽ. പക്ഷേ സദാശിവന്റെ ഉദ്ദേശശുദ്ധിയെ മാനിക്കാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങളും ഞാനും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുകയും ഒരേ അഭിപ്രായം മനസ്സിൽ സൂക്ഷിക്കുകയും പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും നേരത്തെ ശ്രീ വിവേകാനന്ദ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ വിഴുങ്ങു എന്നൊക്കെ പറയുന്നില്ല, വിങ്ങല്, ഒരു മനസ്സിന്റെ വിങ്ങലായി നമ്മൾ കൊണ്ടുകൊടുക്കുന്ന കാര്യം സദാശിവൻ ധൈര്യത്തോടുകൂടി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അത് പ്രകാശിതമാക്കി എന്നതാണ് അദ്ദേഹത്തിന്റെ ഔന്നത്യം. ഇതിന്റെ ഒരു പുസ്തകം എഴുതി എന്നതിനെ സംബന്ധിച്ചുള്ള പ്രശസ്തിയോ പേരോ എന്നും ഞാൻ പറഞ്ഞില്ല. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നാം ജീവിക്കുന്ന സാമൂഹ്യ അവസ്ഥയിൽ നമ്മുടെ ധാർമ്മിക രോഷം തന്റെ മാധ്യമത്തിലൂടെ പ്രകാശിതമാക്കിയതിന് അദ്ദേഹം പ്രശംസ അർഹിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലൂടെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ശിഹാബുദ്ദീൻ പൊയ്ത്തുങ്കടവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനകത്ത് ആമുഖത്തിൽ തന്നെ ആമുഖക്കുറിപ്പിൽ പറഞ്ഞില്ലേ, ഒരു ചെറിയ നാണയം നിങ്ങളുടെ കണ്ണിന് ഏറ്റവും അടുത്ത് പിടിച്ച് ഏറ്റവും വലിയ ഗോളത്തെ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഗോളത്തെ കാണാൻ സാധിക്കില്ല എന്നാണ്. അത് പരമാർത്ഥമാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. പുതിയ കാലത്തിന്റെ അക്രാന്തത്തെ എന്ന് ഞാൻ പറയും. വളരെ മനോഹരമായി അദ്ദേഹം ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. മഹാനായ ഒരു എഴുത്തുകാരന്റെ വാക്കുകളെടുത്താണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് ഈ നോവൽ വായിച്ചു തീരുമ്പോൾ അന്വർത്ഥമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ആവാസ വ്യവസ്ഥയാണല്ലോ ഈ പരിസ്ഥിതി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിയാണ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ മനുഷ്യന്റെ ഈ അവസ്ഥയെ പുരോഗതിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഈ വികസനത്തിലേക്കുള്ള കുതിച്ചുചാട്ടമാണല്ലോ അല്ലെ. പുരോഗതി എന്ന് പറയുമ്പോൾ വികസനം എന്നാണ് പറയുക. പുരോഗതിയിലേക്കുള്ള കുതിച്ചുചാട്ടത്തെ വികസനം എന്ന് പറയും. പക്ഷെ ആധുനിക രീതിയിൽ ഈ വികസനം എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ആർഭാടപൂർണമായ ജീവിതം നയിക്കുക എന്നതായി ഇരിക്കുന്നു ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ വിവക്ഷയിൽ വികസനം എന്നത്. നമ്മുടെ വിഭവങ്ങളെ മനുഷ്യന്റെ ഈ ഭോഗ തൃഷ്ണയ്ക്ക് മുമ്പിൽ ഈ പ്രകൃതിയുടെ സചേതനങ്ങളൊക്കെ തന്നെ വറ്റി വരണ്ടു പോകുന്ന ദുരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ പ്രകൃതിയുടെ ഊർജ സ്രോതസ് മുഴുവൻ ഇതുപോലെ ചൂഷണം ചെയ്യുമ്പോൾ പുതിയ ഊർജത്തെ അന്വേഷിച്ചുള്ള പ്രയാണം ശാസ്ത്ര സാങ്കേതിക വിദ്യ നടത്തുകയാണ്. അതിന്റെ പരിണിതഫലമായി നമുക്ക് കാണാൻ കഴിയുന്നത് ആണവ നിലയങ്ങളാണ് വികസനത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരവസ്ഥ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ്, നമ്മളാരും പറയുന്നതല്ല. ആണവ നിലയങ്ങളാണ്. അതാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതിയെ കുറിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സാധനം. ഈ ആണവ നിലയങ്ങൾ വിസർജിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ച പോലെ വിസർജിക്കുന്ന വിഷം എത്ര ഭയാനകമാണെന്ന് നാം നേരത്തെ നമുക്കറിയാം. ചോർണോബിലും അതുപോലെ ഭോപ്പാലൊക്കെ കണ്ടിട്ട് പോലും നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് യാതൊരു അങ്കലാപ്പും ഇല്ല എന്നതാണ്. ആണവ നിലയങ്ങളുടെ ഈ വർദ്ധിച്ച അളവ് നിർഗമിപ്പിക്കുന്ന